എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ രേണുസുതിയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ രേണുസുതിയെക്കുറിച്ചിട്ട് പറയുമ്പോൾ കുറേ ആളുകൾ പറയും, ഓ നിങ്ങളൊക്കെ നേരത്തെ രേണുസുതിയെ വിമർശിച്ചിട്ടുള്ള ആളുകളായിരുന്നല്ലോ, ഇപ്പോൾ എന്തു പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത്തരക്കാരോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സമൂഹത്തിൽ ഒരു നല്ല ഒരു കാര്യം കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അത് നല്ലതെന്ന് തന്നെ പറയും. മോശം ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ മോശം എന്ന് തന്നെ പറയും. അതിലൊന്നും ഒരു തർക്കവും ഇല്ല. ഇന്ന് രേണുസുതിയെ കുറിച്ചിട്ട് നമ്മൾ നല്ലത് പറയുകയാണെങ്കിൽ നാളെ അവർ മോശം പ്രവൃത്തി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു മോശം പ്രവൃത്തിയാണ് എന്ന് തന്നെ പറയും. അതിലൊന്നും ഒരു തർക്കവും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ രേണുസുതിയെ കുറിച്ചിട്ട് നല്ല രീതിയിൽ നല്ല അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ കമൻ്റ് ഇടുന്ന ആളുകൾ ശ്രദ്ധിക്കുക. നല്ലത് കണ്ടാൽ നല്ലത് പറയും, മോശം കണ്ടാൽ മോശം പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു. എല്ലാ സീസൺ പോലെയല്ല, ഈ ഒരു സീസണിൽ ബിഗ് ബോസ് സീസൺ 7ൻ്റെ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അത് PR-ൻ്റെ ഒരു കളി തന്നെയായിരുന്നു ഈ ഒരു സീസൺ അല്ലേ. അപ്പോൾ ഈ സീസൺ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഒരു തിര വിട്ടൊഴിഞ്ഞിട്ടില്ല. ലാലേട്ടൻ എല്ലാ വീക്കിലും വന്നിട്ട് പറയുന്നൊരു സംഭവമുണ്ട്, കുക്കറിനകത്തുള്ള, അതായത് ഒരു പ്രഷർ കുക്കറിനകത്ത് നിൽക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇങ്ങനെ അതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ നല്ല പ്രഷർ കൊണ്ട് പൊട്ടി വരുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ അതിനേക്കാളേറെ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ദേ ഇവിടെ ഇപ്പോൾ ഷോയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് നടക്കുന്നത്. തമ്മി വഴക്കും ബഹളവും പോരുവിളിയും ചെളിവാരിയെറിയലും എന്ന് വേണ്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മത്സരാർത്ഥികൾ തമ്മിലുള്ള മത്സരം ശരിക്ക് പറയുകയാണെങ്കിൽ ബിഗ് ബോസിന് പുറത്ത് ചെന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു തകൃതിയായിട്ട് നടക്കുന്നത്. കുത്തിത്തിരിപ്പും ഏഷണിയും കരിവാരിയെറിയലും ചെളിവാരിത്തേക്കലും എല്ലാം ഉണ്ട്. ഒന്നിനും ഒരു കുറവും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു രേണുസുതിയുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ബിഗ് ബോസിനെ കുറിച്ചിട്ട് പറഞ്ഞ് കേൾക്കാത്തത്. എന്തായാലും ബിഗ് ബോസിലെ വിന്നറിനെ കുറിച്ചിട്ട് നമ്മുടെ ആങ്കർ രേണുസുതിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതായത് ആര് വിൻ ചെയ്യുമെന്നാണ് രേണുസുതിക്ക് കരുതിയിരുന്നത്, ആരാണ് ജയിക്കുന്നത് എന്നാണ്, കപ്പടിക്കുന്നത് എന്നാണ് രേണുസുതി കരുതിയിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ രേണു പറയുന്ന മറുപടി കേട്ടിട്ട് വരാം. പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ട് അനീഷ എന്നായിരുന്നു വിന്നർ. അപ്പൊ അത് കഴിഞ്ഞിറങ്ങി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വിന്നർ ആയപ്പോ ചേച്ചിക്ക് വിഷമം തോന്നിയിരുന്നോ? വിഷമമൊന്നും തോന്നില്ല. പിന്നെ അനീഷ എന്ത് പേഴ്സണലി എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു എനിക്ക് അവനെ ഇഷ്ടമാണ്. ഇഷ്ടത്തിന് തന്നെ പല അർത്ഥങ്ങളുണ്ടല്ലോ. എന്തായാലും ഒരു നല്ല രീതിയിലുള്ള ഇഷ്ടമാണ് അനീഷിനോട് എനിക്ക്. അത് അനീഷിനോട് ഞാൻ അയാളുടെ അടുത്ത് നേരിട്ട് പറയുകയും ചെയ്തു ഫിനാലെ കഴിഞ്ഞിട്ട്. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു അടിപൊളി പേഴ്സണാണ്. അപ്പം സങ്കടമൊന്നും തോന്നില്ല. അനുമോള് സൂചിച്ചാണ്ട പെങ്ങളല്ലേ, പെങ്ങൾ കുട്ടിയെന്നാണ് സൂചിച്ചാണ്ട വിളിച്ചത്. ആ കുട്ടിക്ക് കിട്ടിയത് നമ്മൾ എന്തിനാ സങ്കടപ്പെടണം? സന്തോഷം. നമ്മളുടെ അനീഷേട്ടൻ ഫസ്റ്റ് റണ്ണറപ്പ് അനീഷിനെ വിളിച്ചായിരുന്നു. ഫസ്റ്റ് റണ്ണറപ്പ് ആയതിനു ശേഷം അനീഷേട്ടൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ വിഷമായിട്ടോ? അല്ലെങ്കിൽ അനീഷ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അനീഷ് വിന്നറാവുന്നതാണ് ഞാനും ഓർത്തത്. എന്തായാലും എനിക്ക് അനീഷിനോട് ഭയങ്കര സ്നേഹം മാത്രം. നല്ലൊരാളാണ്, സംസാരത്തിൽ തന്നെ നല്ല എളിമയാണ്. സോ എനിക്കിഷ്ടമാണ് അനീഷിനെ. അടിപൊളി. ഇപ്പോഴും കോണ്ടാക്ട് നിലനിൽക്കുന്നുണ്ടോ അനീഷ്? എനിക്ക് തോന്നുന്നത് അനീഷ് നല്ല തിരക്കാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ അനീഷിനെ വിളിച്ചായിരുന്നു. അപ്പൊ എന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫ്രീ ആകുമ്പോ. അപ്പോൾ രേണു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അനീഷ് കപ്പടിക്കുന്നത് തന്നെയാണ് രേണു കരുതിയിരുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. ശരിയാണ് രേണു, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എല്ലാവരും കരുതിയിരുന്നത് അനീഷ് തന്നെയാണ് കപ്പടിക്കും എന്നുള്ള കാര്യമാണ്. പക്ഷേ സംഭവിച്ചത് PR-ൻ്റെ കളി തന്നെയായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൽ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. അപ്പോൾ നമുക്കറിയാം, യൂട്യൂബിൽ കിടക്കുന്ന ഏത് പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ അനുമോൾക്ക് തന്നെയാണ് മുൻഗണന. അനുമോൾ തന്നെയാണ് എല്ലാ പോളിലും മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയം ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ ചെന്നൊരു പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ അനീഷ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ യൂട്യൂബിനകത്തൊക്കെ നോക്കുമ്പോൾ ശരിക്കും PR-ൻ്റെ കളികളാണ് കാണുന്നത്. അത് മനസ്സിലാക്കാതെയാണ് വെറും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്. ശരിക്കും അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ അവർ ഫേമസ് ആയിരുന്നു. അവർ 11 വർഷത്തോളം ആവുന്നു സ്റ്റാർ മാജിക്
മാജിക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് സീരിയലും ഒക്കെ ആയിട്ട് ഇങ്ങനെ TV ഷോകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആരാധകർ, പ്രത്യേകിച്ചും കുടുംബ പ്രേക്ഷകരായിട്ടുള്ള ആരാധകർ ഒരുപാട് ഉണ്ട് അനുമോൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോൾക്ക് സാധാരണക്കാരുടെ വോട്ടുകൾ കിട്ടും. പക്ഷെ ഇതിന് അപ്പുറത്തേക്കാണ് എന്താ പറയുക, PR-കളുടെ വക വോട്ട് കൂടി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഈ ഒരു സീസണിൽ. പക്ഷെ അതിൻ്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ജ്വലനം എന്ന് പറയുന്നത് ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് പോലും തീരുന്നില്ല, ഇപ്പോഴും ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ രേണുവിനോട് നമ്മുടെ ആങ്കർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്ലാച്ചി എന്ന് പറയുന്ന ആ ഒരു പാവയെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. പ്ലാച്ചി ഉള്ളത് കൊണ്ടാണോ അനുമോൾ ജയിച്ചത്, പ്ലാച്ചി എന്ന് പറയുന്ന പാവയ്ക്കുള്ളിൽ കൂടോത്രമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ രേണുവിനോട്. അപ്പോൾ രേണു അതിമനോഹരമായിട്ട് തന്നെ അതിന് മറുപടി കൊടുക്കുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പ്ലാച്ചി ഇനിയും പ്രേതമാണോ കൂടോത്രം എനിക്കറിയത്തില്ല, എനിക്കറിയാൻ വയ്യാത്ത കാര്യം ഞാൻ ഒന്നും എവിടെയും പറയത്തില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അനബല സിനിമയാണ് അല്ലെ, എല്ലാവർക്കും അറിയാം. അത് നടന്ന സംഭവമൊന്നും അല്ലല്ലോ, സിനിമയാണ്. ഇപ്പൊ നടന്ന സംഭവമാണെന്ന് എനിക്കറിയില്ല, എന്റെ കുഞ്ഞറിവിൽ വെച്ചിട്ട് അതൊരു സിനിമയാണ്, അതൊരു സ്റ്റോറിയാണ്. സോ പിന്നെ ഈ പാവയിലൊക്കെ കൂടോത്രം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൂടോത്രത്തെ പറ്റി ഡീറ്റെയിൽ, ഞാൻ കൂടോത്രം ചെയ്യാനെങ്കിലും പോയിട്ടില്ല. കൂടോത്രം എന്ന് കേൾക്കുന്നതേ പേടിയാണ്. അപ്പൊ പിന്നെ നമ്മള് ഇതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മള് കൂടുതലും എന്താ പറയാ, പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോകുന്ന സൈഡിൽ കൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ആർക്കും ദോഷം ചെയ്യാൻ, കൂടോത്രം എന്ന് പറഞ്ഞാൽ ദോഷമാണല്ലോ. സോ അതിനൊന്നും നമ്മൾ പോകാത്തതുകൊണ്ട് പാവയ്ക്കകത്ത് ചെയ്യാൻ പറ്റുമോ, ജിന്നിനെ കയറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ചാത്തനെ കയറ്റാൻ പറ്റുമോ ഒന്നും നമുക്കറിയില്ല. പാച്ചി ഇനിയും അപ്പോൾ എന്തായാലും നമ്മുടെ രേണു പറയുന്നതെന്ന് വെച്ചാൽ, രേണുവിന് കൂടാത്രം എന്ന് പറയുന്ന സാധനം ഒരു നല്ല സാധനമല്ല എന്ന് രേണുവിന് അറിയാം. പിന്നെ രേണു അത് ആർക്കും കൂടാത്രം ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കൂടാത്രത്തെ പറ്റിയിട്ട് പാവയ്ക്കുള്ളിലൊക്കെ കൂടാത്രം ചെയ്യുമോ എന്നൊന്നും രേണുവിന് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പുള്ളിക്കാരത്തിക്ക് കൂടാത്രം എന്ന് പറയുമ്പോഴേ അതൊരു നെഗറ്റീവ് എനർജിയാണല്ലോ. അപ്പോൾ അതേക്കുറിച്ചിട്ടൊന്നും ഒരു താല്പര്യമില്ല രേണുവിന്. പിന്നെ പ്ലാച്ചി എന്ന് പറയുന്ന പാവ കൂടാത്രമാണോ എന്നൊന്നും രേണുവിന് അറിയില്ല എന്ന് രേണു വളരെ ക്ലിയർ ആയിട്ട് മറുപടി പറയുന്നുണ്ട്. പിന്നീട് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്ലാച്ചി തൊടുന്നത്, അതായത് അനുമോള് ഈ പ്ലാച്ചിയെ കാണിച്ചിട്ട് ആരെ നോക്കി പിറുപിറുക്കുന്നോ അല്ലെങ്കിൽ ആ ഒരു പ്ലാച്ചിയെ തൊടിയിക്കുന്നോ അവർ പിറ്റേ വീക്കിൽ ഔട്ടായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതേക്കുറിച്ചിട്ട് രേണുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണു പറയുന്ന മറുപടി കേട്ടിട്ട് വരാം. ശരിക്കും നമ്മുടെ പലരും പറയുന്നുണ്ട് പ്ലാച്ചി കയ്യിലുള്ളത് കൊണ്ടാണ് അനുമോള് ജയിച്ചത് എന്ന്. അങ്ങനെ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അതെന്താ പ്ലാച്ചി? ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല. അതിനകത്തൊരു ശക്തി ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു പാവയല്ലേ, അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല കേട്ടാ, തോന്നുന്നില്ല. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്ലാച്ചിനെ തൊട്ട് അതിനെ എടുത്തവരാണ് എവിക്റ്റ് ആയി പുറത്തു പോകുന്നത്. ഞാൻ നടന്നു വന്നതോ? ഞാൻ ഒരു പ്രാവശ്യം തൊട്ട് ഇങ്ങനെ കൊഞ്ചിച്ച് വെച്ചുകൊണ്ടായിരിക്കും ഞാൻ നടന്നത്. അപ്പോൾ രേണു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരത്തി പ്ലാച്ചിയെ ഒരു തവണയും മറ്റോ തൊട്ടിട്ടുണ്ട്. പക്ഷേ എന്ന് കരുതിയിട്ട് പുള്ളിക്കാരത്തി ഔട്ടായി പോയതല്ലല്ലോ, സ്വയം ബിഗ് ബോസിനോടും ലാലേട്ടനോടൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് പോയതല്ലേ, നടന്നല്ലേ അവിടെ നിന്ന് സാവകാശം പോയത്, പുള്ളിക്കാരത്തിയുടെ ആ ഒരു റിസ്കിലല്ലേ പോയത്. അങ്ങനെയാണെങ്കിൽ എന്നെ ഔട്ടാക്കി വിടേണ്ടതല്ലേ എന്നാണ് രേണു ചോദിക്കുന്ന മറുചോദ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും അങ്ങനെ പോവുകയാണ് ഇവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് പറഞ്ഞിട്ട് വീഡിയോയുടെ ലെന്ത് കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് വേഗം വരുന്നതായിരിക്കും. അതുവരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായും കമൻ്റ് ഇടാനും മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോയ്ക്ക് ഹൈപ്പ് ഇടാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.